ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സെറ്റ് മുണ്ടും എങ്ങനെ ഉടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഓണമൊക്കെ വരികയാണല്ലോ, എല്ലാവർക്കും സെറ്റ് മുണ്ട് ഉടുക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. നമുക്കിത് എങ്ങനെയാണ് ഉടുക്കേണ്ടതെന്ന് നോക്കാം. 2 പീസാണ് സെറ്റ് മുണ്ടിലുണ്ടാവുക. അതിൽ ഒരു പീസ് നീളം കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഒന്നിന് നീളം കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് വീതി കൂടുതലായിരിക്കും, നീളം കുറവായിരിക്കും. ഇതാണ് നമ്മൾ ഉടുക്കുന്ന മുണ്ട്, താഴെ ഉടുക്കുന്ന മുണ്ട്. പിന്നെ ഇതാണ് വേഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മേളിൽ ചുറ്റുന്ന ഭാഗം വരുന്നത്. ഈ വേഷ്ടിക്ക് താഴെ ഉടുക്കുന്ന മുണ്ടിനേക്കാൾ നീളം കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ചെസ്റ്റ് ഭാഗം, അതായത് നമുക്ക് ചേർന്ന് വരുന്നൊരു ഭാഗം വരുന്നത്. നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് പ്ലീറ്റ്സ് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ബ്രോക്കേഡ് കണ്ടില്ല, ഇത് ചെറിയ കസവാണ് വന്നേക്കുന്നത്, സിൽവർ കളറിൽ. അപ്പോൾ ആ ഒരു സൈസിലാണ് ആദ്യത്തെ പ്ലീറ്റ് എടുക്കുന്നത്. നമ്മൾ സാരി എടുക്കുമ്പോൾ എപ്പോഴും ബാക്കിയുള്ള ആദ്യത്തെ പ്ലീറ്റിനേക്കാളും ചെറുതായിരിക്കണം ബാക്കിയുള്ള പ്ലീറ്റ്സ് എടുക്കുമ്പോൾ. അപ്പോൾ ഈ ചെസ്റ്റ് പ്ലീറ്റിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം എടുക്കുന്ന പ്ലീറ്റ് വലുതായിരിക്കും, ബാക്കിയുള്ളത് ആദ്യത്തെ പ്ലീറ്റിനേക്കാളും ചെറുതായിരിക്കും എടുക്കേണ്ടാവുക. അപ്പോൾ ഈ ഒരു സാരിയിൽ കുറേ വർക്കൊക്കെ വന്നിട്ടുണ്ട്, അതായത് ഇതിനകത്ത് കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ നല്ല ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് എടുത്ത് നല്ല ഒതുക്കി ഷേപ്പിൽ ഉടുക്കാനാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ വീതിയിൽ, അതായത് ഈ ഒരു മയിൽപീലിയുടെ കുറേ വർക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കാണണം എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പ്ലീറ്റ്സ് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഞാനിവിടെ കുഞ്ഞു പ്ലീറ്റ്സ് എടുത്തിട്ട് ഒതുക്കി ഉടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സൊക്കെ 1 by 1 ആയിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉടുത്ത് കഴിയാൻ പറ്റും. പക്ഷേ ഇനി സമയമില്ലാത്തവരൊക്കെ ഇനി തലേ ദിവസം തന്നെ പ്ലീറ്റ്സൊക്കെ എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുക. ചെസ്റ്റ് പ്ലീറ്റിനാണ് നമ്മൾ സാരി ഉടുക്കുമ്പോഴും സെറ്റ് മുണ്ട് ഉടുക്കുമ്പോഴും കൂടുതൽ സമയം നമ്മൾ ചിലവാക്കുന്നത്. കാരണം ഈ ചെസ്റ്റ് പ്ലീറ്റ് എടുത്ത് ആ ഒരു എന്താ പറയുക, എല്ലാ പ്ലീറ്റുകളും കറക്റ്റായിട്ടുള്ള അളവിൽ നല്ല ഭംഗിയിൽ വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലീറ്റ്സൊക്കെ എടുത്ത് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉടുക്കാൻ പറ്റില്ല. സെറ്റ് മുണ്ടായാലും ശരി, സാരി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് ഉടുക്കാൻ പറ്റും. നമ്മുടെ ചാനലിൽ കുറേ സാരി ട്രിപ്പിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സാരി ഉടുക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓണം സാരി ട്രിപ്പിങ് കുറച്ച് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത വീഡിയോസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സ് എത്രയാണോ നീളം വേണ്ടത് അതുവരെ എടുത്ത് സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എത്ര നീളം വേണോ അത് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുവരെ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ഫ്രണ്ടിലെ പ്ലീറ്റ്സാണ്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഹിപ്പിൻ്റെ ഭാഗം കറക്റ്റാണോ എന്ന് നോക്കണമല്ലോ അല്ലേ. അത്രം വരെ എടുക്കുക, കാരണം മടക്കിയൊന്നും വെക്കുന്നില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ മുന്താണിക്ക് നീളം കിട്ടുന്നതായിരിക്കും. ഞാനപ്പോൾ അങ്ങനെയാണ് സാധാരണ സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ ചെയ്യുക, ഞാൻ മടക്കാറൊന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള അത് ലെഫ്റ്റ് സൈഡിൽ ഹിപ്പിൻ്റെ ഏരിയയിൽ എത്രയാണോ വേണ്ട അത്ര എടുത്തിട്ട് ബാക്കിയുള്ളത് പ്ലീറ്റ്സ് ആയിട്ട് എടുക്കും. ഇനി മുണ്ടിൻ്റെ ഭാഗമാണ് വരുന്നത്. മുണ്ടൊന്ന് ആദ്യമേ ചുറ്റി നോക്കാം. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള മയിൽപീലും കസവെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് ചെയ്യണത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മുണ്ട് ഉടുക്കുന്ന പോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ലെഫ്റ്റിൽ നിന്നും മുകളിലോട്ട് വരുന്ന രീതിയിൽ റൈറ്റിലോട്ട് ചുറ്റിയിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ടൈറ്റ് ചെയ്തിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ അഴിഞ്ഞു പോകുമൊന്നുമില്ല. സാരി പാവാട കുറച്ച് ടൈറ്റായിട്ട് മുറുക്കി കൊടുക്കണമെന്നേ ഉള്ളൂ, നല്ല ഭംഗിയിലിരിക്കും. ഇങ്ങനെ കുത്തി കഴിഞ്ഞിട്ട് ആ സാരി പാവാടയിൽ കുത്തിയതിന് ശേഷം ഇവിടെ കുറച്ച് മടക്കൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ എടുത്ത് കുത്തിയതിൻ്റെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പെർഫെക്റ്റായിട്ട് വെക്കുക. അതായത് മുഴച്ചിരിക്കാത്ത രീതിയിൽ ഒന്ന് ഒതുക്കി വെക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ഒരു കോണിൻ്റെ ഷേപ്പിലൊരു ഭാഗം കിടക്കുന്നുണ്ടാവും, കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് മേളിലത്തെ ഭാഗം എടുക്കാം. ഇതാണ് മേളിലത്തെ ഭാഗം വരുന്നത്. ഇത് ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ആദ്യമേ സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നീളം നമ്മൾ നേരത്തെ നോക്കിയത് കൊണ്ട് തന്നെ ഞാനത് കറക്റ്റ് നീളത്തിലാണ് കുത്തുന്നത് കേട്ടോ. അത് സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം ഇനി ചെസ്റ്റ് പ്ലീറ്റ് നോക്കാം. ഫ്രണ്ട് ചെയ്യുന്നത് പോലെ ചുറ്റി
റൈറ്റിൽ കൂടെ ചുറ്റിയിട്ട് ലെഫ്റ്റിൽ ഹിപ്പിൻ്റെ ഏരിയയിൽ കൊണ്ടുവന്നിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഫ്രണ്ടിലെ ചെസ്റ്റ് പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ശേഷം മാത്രം എടുത്ത് കുത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സ് പെർഫെക്റ്റായിട്ട് ഒതുങ്ങി നിൽക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ സെറ്റും കൊണ്ട് കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് വലിച്ചിട്ട് തന്നെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ എൻഡിലല്ല സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു പോർഷനുണ്ട്, അതും കൂടി ഞാനൊരു സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അരികിൻ്റെ ഭാഗം മടങ്ങി നിൽക്കില്ല. ഓണം സ്പെഷ്യൽ സെറ്റ് മുണ്ട് വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഈ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത സാരി ഡ്രിപ്പിംഗ് വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.